അവർക്കൊരു 1-2 കോടി രൂപയുടെ കടമുണ്ട്. കടം കൊറോണ വന്നപ്പോൾ ഒന്നായ കടമാണത്. കൊറോണ വന്നപ്പോൾ അവർ ഹോസ്റ്റൽ നടത്തുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗിച്ചായിരുന്നു അവരുടെ വിഷയം. ഹോസ്റ്റൽ നടത്തുകയാണ്, കുട്ടികളുടെ ഹോസ്റ്റല്. പക്ഷേ 2 കൊല്ലമായിട്ട് കുട്ടികളില്ലല്ലോ. അപ്പോൾ പക്ഷേ ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് കൂടി, ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ 2-3 കോടി രൂപ കടമായി. പക്ഷേ ഇന്നത് വിൽക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ ഒന്ന് ഉടമ്പടി ചെയ്തും എന്നോട് നീ ചോദിച്ച് അച്ഛൻ പറ എന്നാ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചേച്ചിക്ക് 60 വയസ്സായില്ലേ, ഇനി ഇപ്പോൾ ഇതൊക്കെ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി പലിശ അടച്ചൊക്കെ വരുമ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് നമുക്കിത് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെയൊക്കെ പോയി അനുവാദം വാങ്ങിച്ചു. അമ്മ ഈ സാധനം മരിച്ചേക്ക് വിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് മരിച്ചൊരു മനസ്സിലൊരു തേങ്ങലുണ്ട്. പക്ഷെ അതാരും പുറത്ത് പറഞ്ഞില്ല. അവർക്ക് എങ്ങനെയെങ്കിലും വിറ്റ് കടവൊന്ന് മാറ്റിയാൽ മതി എന്നുള്ളതാണ്. അവിടെ മനസ്സിൽ തേങ്ങലെന്താ, വയസ്സ് 10-65 ആയില്ലേ, സ്വന്തം നാട്ടിൽ താമസിക്കണം 10-60 കൊല്ലമായിട്ട്. ഇവിടുന്നൊക്കെ ഇത് വിറ്റ് പോയാൽ ഇനി ഏത് പട്ടിക്കാട്ടിലാണ് പോയി താമസിക്കാൻ പോണത്? വല്ല പരിചയമുള്ള മനുഷ്യരായിരിക്കുക. അവസാന കാലങ്ങളിലൊക്കെ നമ്മൾ ജീവിക്ക് പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് വല്ല ബന്ധുവോ സ്വന്തമോ ഒക്കെ ഉള്ളതായിരിക്കും. അതേമേ എവിടെ പോകും? പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. കടക്കാർ വന്ന് നെക്കിന് പിടിക്കുമ്പോൾ നമ്മൾ അതിതും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. വിറ്റ് മാറ്റാതെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ ആ മൈന്യൂട്ട് അവിടെ മനസ്സിലുള്ള ഒരു തേങ്ങൽ, ആന്തരികമായൊരു നിശബ്ദ തേങ്ങൽ, അത് ദൈവം കാണും. എനിക്ക് ആ സാക്ഷ്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം അതിനൊരു വാഗ്ദാനമുണ്ട്. ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു ഇൻ യുവർ ഓൺ ലാൻഡ്. അതൊരു വാഗ്ദാനമാണ്. എസക്കേലിൻ്റെ വാക്കാണ്. എസക്കേലിൻ്റെ വചനങ്ങളിൽ അതായത് 37:14 വായിച്ചോളൂ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കാം. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അതൊരു വാഗ്ദാനമാണ്. നോക്കി കണ്ടില്ലേ? കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് നിവസിപ്പിക്കും. മനുഷ്യരുടെ സാക്ഷി അവസാനിക്കാൻ എങ്ങനെയെന്ന് അറിയാമോ? അതായത് അമ്മ ഈ 2-3 കോടി രൂപയുടെ ഈ വസ്തു പെട്ടെന്ന് ഉടമ്പെടുക്കുകയും വിറ്റ് മാറ്റിയിട്ട് അതിൽ നിന്ന് ബാക്കി കൊണ്ടാണ് ആ കാശ് കൊണ്ട് ആ വാർഡിൽ തന്നെ വേറൊരു വീട് കാണിച്ചു കൊടുക്കും. അതെന്താ കാര്യം? അത് വാഗ്ദാനമുള്ളതാണ്. നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. കാര്യം എന്തറിയാവോ? നമ്മൾ ചോദിക്കണ എല്ലാം ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു വാഗ്ദാനത്തിൽ പെടുന്നതായിരിക്കും. ഇപ്പം മേടിച്ചേച്ചിയുടെ നഷ്ടപ്പെട്ട വീട്ടിൽ തന്നെ, വീടിൻ്റെ ആ വാർഡിൽ തന്നെ അവർക്ക് വീട് കൊടുക്കാൻ കാര്യം എന്താ? അത് ഈ രജിസ്ട്രേഷൻ എസക്കേലാണ് 37:14. ഒന്നിനു വായിച്ചോളൂ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കാം. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പോൾ ജീവിക്കുക, സ്വന്തം ദേശത്ത് വസിക്കുക, ഇതൊക്കെ എന്താണ്? ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവകാശങ്ങളുമാണ്. ഇതെല്ലാം ദൈവം മാനിക്കുമെന്നാണ് പറയണത്. ഇതെല്ലാം നിൻ്റെ അഭിലാഷങ്ങൾ, നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ അവകാശങ്ങൾ എല്ലാം ദൈവം മാനിക്കും എന്നുള്ളതിൻ്റെ ഒരടയാളമായിട്ടാണ് പറയണത്. അവൻ്റെ ഇഷ്ടത്തിന് അനുപേക്ഷിതമായി. 1 യോഹന്നാൻ 5:14 എന്താണ്? അവൻ്റെ ഇഷ്ടത്തിന് പ്രാർത്ഥിച്ച് അവൻ്റെ ഇഷ്ടത്തിന് അനുപേക്ഷിതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവനത് ചെയ്തു തരും എന്നുള്ളതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. ഈ വചനത്തിലൂടെ ലഭിക്കുന്ന വാഗ്ദാനങ്ങളോട് ലഭിക്കുന്ന ഉറപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധമുണ്ടാകണം. അപ്പോൾ നമുക്ക് ചഞ്ചരിപ്പില്ലാതെ ദൈവത്തോട് അവകാശബോധത്തോടെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിച്ച് ആവശ്യപ്പെടാൻ പറ്റും. പക്ഷേ എപ്പോഴും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരു ഭാവി വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് എല്ലാ വാഗ്ദാനങ്ങളുടെയും പദ്ധതിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് ശാശ്വതമായ ഒരു ഭാവി വേണമെന്ന് ഉള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. കാര്യം വാഗ്ദാനങ്ങളെല്ലാം പദ്ധതിയാണ്. ഇപ്പം ജെറമിയ 29:11 പദ്ധതിയെക്കുറിച്ച് പറയണതാണ്. കർത്താവ് അരുളി ചെയ്യുന്നു,
നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇവിടെയാണ് ഈ വചനം നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. നമ്മൾ ജെറമിയ 29:11 എന്താണ്? എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. അതെല്ലാം എപ്പോഴും എല്ലാ ജനകേന്ദ്രങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. എന്താണ്? വെറുതെ പദ്ധതിയല്ല, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പിന്നെ എന്താ ഉള്ളത്? പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ദൈവികമായ പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവി ശുഭമായ ഭാവിയായിരിക്കും. നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പദ്ധതിയുടെ പിന്നിലും അത് ദൈവികമായ പദ്ധതിയാണെങ്കിൽ അത് നിത്യത ഉറപ്പുവരുത്തിയിരിക്കും. എല്ലാ പദ്ധതിപ്പത്തിൻ്റെ ജോലി, വീട്, വിവാഹം, മക്കൾ ഉണ്ടാവാത്തത് എന്ത് വിഷയമായാലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാകുമ്പോഴേ അതിൽ നിത്യത അതിൻ്റെ കവറേജിൻ്റെ ഭാഗമായിട്ടിരിക്കും. ശുഭമായ ഭാവിയാണ്. മനുഷ്യരാശിയുടെ ശുഭമായ ഭാവി എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയാണ്. സിമ്പിളല്ലേ? നമുക്ക് ഇവിടെ ഭൂമിയിലെ ആർക്കെന്ത് ഭാവി കിട്ടിയിട്ട് എന്ത് കാര്യം കൂടിപ്പോൾ 75 കൊല്ലത്തെ ഭാവിയല്ലേ ഉള്ളൂ. 75 കൊല്ലം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു ശ്വാസത്തിൻ്റെ സമയം പോലും ഇല്ല. ഒരു ശ്വാസത്തിൻ്റെ സമയം പോലും ഇല്ലാത്തവന് ഭാവി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നാ കാര്യമിരിക്കണത്? ഇപ്പോൾ വചനം ശുഭമായ ഭാവി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശുഭമായ ഭാവി എന്ന് പറയണത് ദൈവത്തിൻ്റെ കൂടെയുള്ള നിത്യമായ ജീവിതത്തെയാണെന്നാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യാഖ്യാനിച്ചത്. ഇത് ഓൺലൈനിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള ഒരു അറിവ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കാനും കാരണം. ഈ നിത്യത എന്നുള്ള കണ്ടൻറ്റ് ഇതിലുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് കിട്ടാത്തതിൻ്റെ കാരണം. കാര്യം എന്താണ്? അത് കിട്ടിയാൽ ചിലപ്പോൾ നിൻ്റെ ആത്മാവ് ദൈവത്തിന് നഷ്ടപ്പെട്ടെന്ന് വരും. കാര്യം നിത്യത എന്നുള്ള കണ്ടൻറ്റ് കിടക്കുന്ന നിൻ്റെ ദൈവികമായ പദ്ധതി ഉള്ളിടത്തോളം കാലം പല കാര്യങ്ങൾക്കും അനുഗ്രഹത്തിന് പകരം അഭിഷേകമേ കിട്ടത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് 2 ആനുകൂല്യങ്ങളാണ് മനുഷ്യന് കിട്ടുന്നത്. ഒന്നെന്താണ്? അനുഗ്രഹം. കേൾക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് അനുഗ്രഹം കിട്ടുന്നത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് അഭിഷേകമാണ് കിട്ടുന്നത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നിരാശയാണ് ആൾക്കാർക്ക് സാധാരണ ലോകത്തന്മാർക്ക് കിട്ടുന്നത്. കാശ്മീ അതായത് കേൾക്കുന്ന ദൈവത്തിൽ നിന്ന് 2 ആനുകൂല്യമാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. ഒന്നെന്താണ്? ഒന്ന് കേൾക്കുന്ന പ്രാർത്ഥന. അതെന്താ നമുക്ക് ലഭിക്കുന്നത്? അതാണ് അനുഗ്രഹം. ഇനിയുണ്ട് കേൾക്കാത്ത പ്രാർത്ഥനയുണ്ട്. ഈ നിത്യതയുടെ വിഷയമുള്ളത് കാരണം കേൾക്കാത്ത ചില പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് വരണത്? അത് കേൾക്കുന്നില്ലെങ്കിലും പക്ഷേ നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല. നിരാശ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം കർത്താവില്ലെന്നാണ് എൻ്റെ അർത്ഥം. വീണ്ടും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 2 ആനുകൂല്യമാണ്. ഒന്നെന്താണ്? ബ്ലെസ്സിങ്, ഫിസിക്കൽ ഫേവേഴ്സ്, അനുഗ്രഹം. പിന്നെ എന്താണ്? അത് കേൾക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഇനി കേൾക്കാത്ത പ്രാർത്ഥനയുണ്ട്. അതെന്താണ്? ഈ നമ്മൾ നേരത്തെ വായിച്ച ഐസയായില്ലേ, ജെറമിയ 29:11 ശാശ്വതമായ ഭാവി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള നിത്യതയുടെ കണ്ടൻറ്റ് അപകടത്തിലാകണമെങ്കിൽ ദൈവം ആ അനുഗ്രഹം നിനക്ക് തരത്തില്ല. ഈ അനുഗ്രഹം തരാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദൈവം പിന്നെ എന്താണ് അവിടെ ചെയ്യണത്? നിൻ്റെ നിരാശ മാറ്റിയിട്ട് അവിടെ നിനക്ക് അഭിഷേകം തരും. പക്ഷെ നിനക്ക് അഭിഷേകം കിട്ടുന്നില്ല, നിനക്ക് നിരാശ തന്നെയാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ ടോട്ടലായിട്ട് നീ ഫെയിലിയറായി. എന്താ കാര്യം? നിരാശ ഒരു കാരണവശാലും നിരാശ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാകത്തില്ല. ഇത് നിയമാവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്.
നിയമാവർത്തനം 31. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിയമാവർത്തനം 31:6. ശക്തരും ധീരരുമായിരിക്കുവിൻ. ശക്തനും ധീരനുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഈ കൊടുത്ത പോയിന്റ് പിടികിട്ടിയ നിരാശ ഇവിടെ ഒരു വിഷയമാണ്. നിയമാവർത്തനം 31:6 ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ലെന്ന്. ദാറ്റ് മീൻസ് if you feel this despair that God is not with you, that is a sign. അതിൻ്റെ അർത്ഥം നിനക്ക് ഈ പരീക്ഷയ്ക്ക് തോറ്റു, നിനക്ക് നിരാശയായി, നീ വിചാരിച്ച വസ്തു വിറ്റില്ല, നിരാശയായി, നീ ഉറപ്പിച്ചു വെച്ച കല്യാണം പോയി, നിരാശയായി. ദാറ്റ് മീൻസ് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? നിനക്ക് നിരാശ ഉണ്ടാവത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Yet you are feeling this despair, that means you are away from God's presence. എന്താണ് ഞാൻ നിങ്ങളുടെ ആ വചനം കണ്ടില്ലേ? ആ വചനം എന്താണ്? ഞാൻ ശക്തനും ധീരനും. നിയമാവർത്തനം 31:6 ഒന്ന് വായിച്ചേ. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. This is a promise. ഈ വാഗ്ദാനങ്ങളിലാണ് നമ്മുടെ ഉറപ്പ്. എന്താണ്? നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് തോക്കാം, അല്ലെങ്കിൽ വിചാരിച്ച വസ്തു വിറ്റ് പോയില്ല, കടക്കാർ നമ്മൾ ആ ഡേറ്റ് പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു, പക്ഷേ വിറ്റ് പോകാത്ത കാരണം കടക്കാർ പിന്നെ ഇളകാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആ ജോലി കയ്യിൽ നിന്ന് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലിയാണ് ദൈവമെന്നും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകും. പക്ഷേ ജോലിയല്ല, എൻ്റെ ദൈവമാണ് വലുതെങ്കിൽ സ്വാഭാവികമായിട്ടും നിരാശ ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ഫീൽ ചെയ്യുമ്പോൾ നിനക്കറിയാൻ പറ്റും, ഇതല്ലെങ്കിൽ വേറെ മാർഗം എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തരും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രസൻസിനെക്കുറിച്ച് ഫീൽ ചെയ്യാത്ത ആൾക്കാർക്കാണ് നിരാശ ഉണ്ടാകണത്. നീ 70 കൊല്ലം ക്രിസ്ത്യാനിയായിട്ട് ഇപ്പോഴും നിരാശ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നീ വേറെ വല്ല പണിക്കുമ്പോഴെന്ന് ഞാൻ പറയത്തുള്ളൂ. യു ആർ എ യൂസ്ലെസ് ചാപ്പ്. എന്താ കാര്യം? ഇതൊരു ആന്തരിക അഭിഷേകത്തിൻ്റെ വിഷയമാണ്. ഈ പ്രസൻസ് ആൻഡ് അനോയിൻറ്റിങ് സെയിം സബ്ജക്റ്റാണ്. ഇപ്പോൾ ദൈവം നമ്മുടെ കൂടെ വരും എന്നുള്ളത് എന്താണ്? ഞാനൊരു കാരണവശാലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. അറ്റ് എനി കോസ്റ്റ് വിൽ നോട്ട് അബാൻഡൻ യു. ഇത് ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളതല്ലേ? ഉൽപ്പത്തി 9:11. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതൊരു വാഗ്ദാനമാണ്. പറഞ്ഞെന്താണ്? വായിച്ചോളൂ. നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. കണ്ടില്ലേ? അപ്പോഴേ നമ്മളിനി എന്തെല്ലാം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോയാലും, പാപകരമായ ജീവിതത്തിൽ അകപ്പെട്ടു പോയാലും ദൈവം നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വാഗ്ദാനമാണത്. ദൈവം നമ്മളെ ഫിസിക്കലായിട്ട് നശിപ്പിക്കത്തില്ല എന്നൊരു വാഗ്ദാനമുണ്ടത്. ഈ വാഗ്ദാനത്തിന് ചുവട് പിടിച്ചാണ് നിയമാവർത്തനമൊക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പം നിയമാവർത്തനം നമ്മളെ വായിച്ചു 31:6. ശക്തരും ധീരനുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അതായത് ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത്. ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ മനുഷ്യരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ആണ് നിരാശയില്ലാതെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൽ നമുക്ക് 2 ആനുകൂല്യം ലഭിക്കുന്നു. ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക അനുഗ്രഹങ്ങളെന്ന് പറയുന്നു. രണ്ടാമത്തത് എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗാഡ്.
അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ്, ഈ ദൈവത്തിൻ്റെ പ്രസൻസ് എന്തുകൊണ്ടാണ് നമ്മൾ നിയമാവർത്തനം 31:6 നിങ്ങൾ നിരാശപ്പെടുകയില്ലെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ നിരാശയുടെ സ്പേസിൽ പ്രസൻസ് ഓഫ് ഗോഡ് ആ വ്യക്തി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. ദൈവത്തെ അയാൾ ഫീൽ ചെയ്യുകയാണ്. അതാണ് അയാൾ നിരാശ തോന്നാത്തത്. നമുക്ക് ദൈവത്തെ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെളിച്ചമില്ലെങ്കിൽ ഇരുട്ട് ഫാക്ടോ അല്ലേ, വെളിച്ചമില്ലെങ്കിൽ ഇരുട്ട് ഫാക്ടോ, ഇരുട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിനെയാണ് അൾട്ടിമേറ്റ് ആവശ്യമായിട്ട് കരുതേണ്ടത്. മനസ്സിലായില്ലേ? ഭൗതിക ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആവശ്യം എന്താണ്? അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:44 അവൻ്റെ തിരുഹിതമനുസരിച്ചാണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്. അവൻ്റെ അൾട്ടിമേറ്റ് അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? അവൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം എന്നുള്ളതാണ്. ദ പ്രസൻസ് ഓഫ് ഗോഡ്. ശക്തനും ധീരനുമായിരിക്കാൻ വേണ്ടി പറയുമ്പോഴും തീർച്ചയായും എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നുള്ളതാണ്. ഒരു വ്യക്തി ഉടമ്പടി എടുക്കുമ്പോൾ അവന് അനുഗ്രഹം ലഭിക്കാം, ഫിസിക്കൽ ഫേവേഴ്സ്. രണ്ടാമത്തത് എന്താണ്? അത് കേൾക്കുന്ന പ്രാർത്ഥനയാണ്. കേൾക്കാത്ത പ്രാർത്ഥനയിൽ അവൻ ചോദിച്ച കാര്യം കിട്ടത്തില്ല, പക്ഷേ വേറെ എന്ത് കിട്ടും? ദൈവത്തെ കിട്ടും. ദൈവത്തെ കിട്ടുന്നില്ലെങ്കിൽ അവന് സ്വാഭാവികം നിരാശ ഉണ്ടാകും. നിരാശ ഉണ്ടാകുമെങ്കിൽ എൻ്റെ അർത്ഥം അവൻ ദൈവത്തെ കിട്ടിയിട്ടില്ലെന്ന അർത്ഥം. ദിസ് ഈസ് കവനൻറ്റ്. പ്രീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യവും ഉണ്ടായത്. സാക്ഷി ഇതാണ്, അജയ് തോമസിൻ്റെ സാക്ഷ്യം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അജയ് തോമസിൻ്റെ സാക്ഷ്യം എന്തുകൊണ്ടാണ് വേറിട്ട ഒരു വ്യത്യസ്തമായ സാക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവസാനം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്ന്, കുറേ കാര്യങ്ങൾ ആ സാക്ഷ്യത്തിലുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയണത്, ഈ വ്യക്തി IELTSന് തോറ്റുപോകുകയല്ല, പ്രതീക്ഷിക്കണ മാർക്ക് കിട്ടിയില്ല. ഏതാണ്ട് 6.5 ഏതാണ്ട് കിട്ടി. അല്ലെങ്കിൽ അതുകൊണ്ട് 7-8 ഉദ്ദേശിച്ചത്. 8 ആണ് സ്കോർ ഉദ്ദേശിച്ചത്. 8, 7, 7.5 സ്കോർ ഉദ്ദേശിച്ചത്. പക്ഷേ അയാൾക്ക് കിട്ടിയത് 6.5 പക്ഷേ അതല്ല, അതിൻ്റെ വല്ല റീവാലുവേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റോ കാര്യത്തിൽ ഒന്നും പുള്ളി റെഡിയല്ല. പക്ഷേ പുള്ളി അതിനെ ആ ഒരു തൻ്റെ റിസൾട്ടിലുണ്ടായിട്ടുള്ള ഈ ഡിപ്രഷൻസ് ഇല്ലേ, ഈ ഡിപ്രഷനെ കൗൺട്രാക്ട് ചെയ്യുന്ന രീതി ഭയങ്കരമാണ്. ഇവിടെ പറയണത് എന്താ, ഇപ്പോൾ എനിക്ക് 6.5 കിട്ടുന്നത്, ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്, എനിക്ക് നല്ല സ്കോർ ഞാൻ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ എനിക്ക് 6.5 കിട്ടിയത്. പക്ഷേ എനിക്കതിൽ വിഷമമില്ലെന്നാണ്. വിഷമമില്ലെന്നല്ല പറയണത്, പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് വേറെയുള്ളതാണ്. അതായത് എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെ ആയിപ്പോയെന്ന്. ഞാൻ ഈ വർഷത്തെ ഏറ്റവും വലിയ സാക്ഷ്യമാണത്. കാര്യം എല്ലാവരും ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം കഴിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊരു ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. 10 കൊല്ലമായിട്ട് മക്കളില്ല കൂട്ടുകാരത്തിക്ക്. അവർ തമിഴിയൻസാണ്. പക്ഷേ ഈ വ്യക്തി ഉടമ്പടി എടുത്തപ്പോഴേ അവിടെ ആ കൂട്ടുകാരത്തിന് വയറെ കൊണ്ടുപോയി ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളത് ചെല്ലിയിട്ട് വേണം നിങ്ങളുടെ വയറ്റിൽ തേക്കാനെന്ന് പറഞ്ഞ്. അങ്ങനെ വയറ്റിൽ തേച്ച് 1 മാസത്തിനുള്ളിൽ അവർ പ്രഗ്നൻ്റായി. ആ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ ഗർഭം ധരിച്ച്. 10 കൊല്ലയുടെ മക്കളില്ല. ആ സാക്ഷി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ ദിവസങ്ങളിൽ കിടക്കുന്നുണ്ടത്, അപ്പീട്ടുണ്ട്. പക്ഷേ ആ സാക്ഷ്യത്തിൻ്റെ പോക്ക് എന്താണ്? അവരിവിടെ ഉടമ്പടി ചെയ്യാൻ വന്നിട്ടില്ല, കൂട്ടുകാരത്തെയാണ് വന്നത്. അവരുടെ കാര്യത്തിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ 1.5 വർഷമായിട്ട് ഇവർ കൃപാസനത്തെക്കുറിച്ച് ഈ തമിഴ് സുഹൃത്തിനോട് പറയുന്നുണ്ട്. കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്, അവർ ഉടമ്പടി എന്നും പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, അതിലൂടെയാണ് ആൾക്കാരെല്ലാം സഹായിക്കുന്നത്, അമ്മയെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തരികയാണ്. പക്ഷേ എങ്കിലും ഇവർ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അവരൊന്ന് തൊട്ട് എടുത്തപ്പോൾ ഈ ഉടമ്പടി അവൾക്ക് കൊടുക്കണം, അവിടെ വയറെ കൊണ്ടുപോയി ഉടമ്പടി തൈലം ഒന്ന് തേക്കണം. അത് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പോഴത്തെ ആൾക്കാരുടെയൊക്കെ എക്സിക്യൂഷൻ രീതി ഭയങ്കരമാണ്. അതായത്
ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ആൾക്കാർ ചെയ്യണത്, അല്ല കയ്യിൽ നിന്നിട്ടൊന്നും ചെയ്തില്ല. വിശ്വാസ പ്രമാണം ചൊല്ലി വേണം അവിടെ വയറയിൽ അവർ പുരട്ടാൻ. ഇവർ പുരട്ടി കൊടുത്തൊന്നുമല്ല, അവർക്ക് ഉടമ്പടി തൈലം മാത്രമേ കൊടുത്തുള്ളൂ. എന്നിട്ട് ആ വ്യക്തി ഈ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവിടെ അടിവയറ്റിൽ ഒരു കുരിശിട്ടപ്പോൾ എന്താ പറ്റി? ഉദരം കർത്താവിൻ്റെതായി മാറി. ഉദരം കർത്താവിൻ്റെതായി മാറി. എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയില്ലേ? ആ വയറിൽ കുഞ്ഞുണ്ടാകുമോ കുഞ്ഞുണ്ടാകത്തില്ലയോ, സിസ്റ്റാണോ, അണ്ടം വർത്തിക്കുന്നോ, അണ്ടം വളരുന്നുണ്ടോ വളരുന്നില്ലേ, അണ്ടത്തിന് ഓട്ടമുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കോഡ് കറക്റ്റാണോ ബ്ലോക്കാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രശ്നം. എന്താണ്? അതൊന്നുമല്ല കർത്താവ്. നിൻ്റെ ഗർഭാശയത്തിലെ സിസ്റ്റല്ല നിൻ്റെ ചിന്തയിൽ ചിലപ്പോൾ കർത്താവായിട്ടിരിക്കണം, അതായിരിക്കും. പക്ഷേ യേശുവാണ് കർത്താവ്. യേശു കർത്താവ് എന്ന് പറയുമ്പോൾ ആരാണത്? മരണത്തെ ജയിച്ചവനാണ്. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ വിഷയം മരണമാണല്ലോ. രോഗമായാലും ക്ഷീണമായാലും കടമായാലും അൾട്ടിമേറ്റ് വാട്ട് ഹാപ്പൻ ടു ഡെത്ത്, അല്ലേ? ആ ഡെത്തിനെ പോലും, ആ മരണത്തെ അതിജീവിച്ചതാണ് യേശു. യേശു കർത്താവ് എന്ന് പറയുമ്പോൾ മരണത്തിന് അതിനാഥൻ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം മരിച്ചു കിടക്കണ, ചത്ത് കിടക്കണ ഗർഭപാത്രം ഉടനെ ചാടി എഴുന്നേക്കുകയാണ്, ജീവൻ വെക്കണത്. ആ ജീവൻ വെച്ചിട്ട് അതിനകത്ത് 3 കുഞ്ഞുങ്ങളെ ദൈവം ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇത് ബൈബിൾ ടൈംസിനേക്കാൾ ഭയങ്കരമാണ് സംഭവം. ബൈബിൾ ടൈംസിന് പോലും ഇത്തരം ഒരു സാക്ഷ്യം ബൈബിളിലില്ല. ഉണ്ടോ? 10 കൊല്ലം മക്കളായിട്ടില്ലായിരുന്നിട്ട് ഗർഭപാത്രത്തിൽ 3 കുഞ്ഞുങ്ങളെ കിട്ടിയ സാക്ഷ്യം ബൈബിളില്ലല്ലോ. അത് ഈശോ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവപൈതലെ അതെല്ലാം ഈശോയുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഈ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതാണ് യാക്കോബ് 2:5 ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. അതാണല്ലേ ദൈവം പറയണത്. ഓരോ അനുഗ്രഹത്തിലൂടെ, ഓരോ അടയാളത്തിലൂടെ പറയുന്നത് എന്താണ്? എൻ്റെ പുത്രനെ സ്വീകരിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. വെരി സിമ്പിൾ. എൻ്റെ പുത്രനെ സ്വീകരിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. ചെറിയ അടയാളം മുതൽ വലിയ അടയാളം വരെ ആകുമ്പോൾ ശാശ്വതമായ ഭാവി ആയില്ലേ? ഐസയ 29:11 ശാശ്വതമായ ഭാവി എന്ന് പറയുന്നത് എന്താണ്? നിത്യമായ ജീവിതം കർത്താവിൻ്റെ കൂടെയല്ലേ? ആ നിത്യമായ ജീവിതത്തിൻ്റെ അച്ചാരമായിട്ടാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ് വർക്ക് ചെയ്യുന്നത്. നീ ഉടമ്പടി ദൈവമായിട്ട് ചെയ്യുമ്പോൾ നിനക്ക് എന്താ കിട്ടുന്നത്? പ്രസൻസ് ഓഫ് ഗോഡ്.